ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലത്തെ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഈ മാഫിയകൾക്കുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ ചെറിയ കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്, എക്സൈസ് പിടിക്കുന്നത്. ഇതിന്റെ സോഴ്സ് ഇത് എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിലേക്ക് ഭീകരമായി ഇത് ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഞങ്ങൾ പല പ്രാവശ്യം ഇത് കൊണ്ടുവന്നപ്പോഴും സർക്കാർ ഇത് ഗൗരവത്തോടുകൂടി കാണുന്നില്ല. ഇപ്പൊ സിനിമാ മേഖലയിലെ കാര്യം ശ്രീ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സംഭവങ്ങളുമായി കൂട്ടിവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്, ധീരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലായി ഉണ്ട് എന്ന അത് ധൈര്യത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ ആളുണ്ടല്ലോ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ നമുക്ക് ഇട്ട് കയറുന്ന ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ആ താരത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ മേഖലയെ പറ്റി. അത് മൂടി വെച്ചില്ല അദ്ദേഹം. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ നാളെ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാവുമോ, അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതിരിക്കും ഒന്നും ഭയപ്പെടാതെ ധൈര്യത്തോടു കൂടിയാണ് ടിനി ടോം പറഞ്ഞത്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അതിനെ അഭിനന്ദിക്കുകയാണ്, ധൈര്യം കാട്ടിയതിന് അദ്ദേഹം. സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമാ മേഖലയിൽ മാത്രമല്ല സകല സ്ഥലത്തും ഇത് വ്യാപകമായി പടർന്നിരിക്കുകയാണ്. തടയാനുള്ള ഒരു സംവിധാനവും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. മാരകമായ ലഹരി രാസ മരുന്നുകളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വലിയ സോഴ്സ്, ഏതെങ്കിലും ഒരു വമ്പൻ സ്രാവിനെ ഈ പോലീസ് എക്സൈസ് ഇതുവരെ ചെയ്തോ? ഒട്ടിച്ചില്ല. ഒക്കെ പിടിക്കുന്നത് ചെറിയ ചെറിയ കാരിയേഴ്സ്, ഈ ഏറ്റവും അറ്റത്തുള്ള കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്. വമ്പൻ ആളുകളെ ഒന്നും തൊടുന്നില്ല. ഇത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ്. ഇപ്പോ ഹൈക്കോടതി ചോദിച്ചു, വൈസ്രൈറ്റിനെ പ്രതി ആക്രമിക്കുന്ന സമയം വിദൂരമല്ല. ഇന്നലെ തന്നെ ഉണ്ടായി സംഭവം, ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ, വനിതാ മജിസ്ട്രേറ്റിന്റെ ഉള്ളിൽ പേനാഗതിയായിട്ട് പ്രതി ഹാജരായ സാഹചര്യം ഉണ്ടായി. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇപ്പൊ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് റോഡിലൂടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒരു ബൈക്ക് വന്നിടിച്ചു, 2 യാത്രക്കാർ പോകുമ്പോൾ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി? അപ്പൊ അവരൊരു വലിയ കല്ല് പൊക്കിക്കൊണ്ടുവന്ന് ആ ബാക്കിലത്തെ ചില്ല് പൊട്ടിച്ചു. അപ്പോൾ നിങ്ങൾ എന്റെ ചില്ല് പൊട്ടിച്ചു എന്ന് ചോദിച്ചു. ആ കല്ല് ഒന്നും കൂടി എടുത്ത് ഫ്രണ്ടിലേയും കൂടെ ചില്ല് പൊട്ടിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി. പോലീസ് പരാതി കൊടുത്തോന്ന് ചോദിച്ചു. പോലീസിന് പരാതി കൊടുത്തില്ല. അവന്മാർ എന്റെ വീട് കൂടി ആക്രമിക്കുന്നു. ഇതാണ് സ്ഥിതി തലസ്ഥാന നഗരിയിൽ. ഞാൻ നിയമസഭയെ പ്രസംഗിച്ചത്.